ഹലോ, നമ്മളെ കോഴി വളർത്തലിലേക്ക് സ്വാഗതം. അപ്പോൾ കോഴി വളർത്തൽ മാത്രം പോരെ, ഇപ്പോൾ ആട് വളർത്തലൊന്നും പറയണ്ടല്ലേ. അങ്ങനെ ഒരു ആടിനെ ഒരു കുഞ്ഞിനെയും വാങ്ങിയിട്ടാ. നമ്മളെ കുഞ്ഞിക്കുട്ടൻ കണ്ട പുല്ലെല്ലാം ഇങ്ങനെ കുറച്ച് തിന്നാൻ തുടങ്ങി. ഈ ഡ്രമ്മെല്ലാം ഞാൻ എൻ്റെ കോഴിയില്ല സമയത്ത് നമ്മളിതിൽ അസോള ഉണ്ടാക്കുന്നതാണ്. എല്ലാം പോയില്ലേ, അതുകൊണ്ട് ഇവർക്കേ പിന്നെ കൂടാക്കാൻ പറഞ്ഞു. കൂട് ഇതുവരെ പൂർത്തിയായിട്ടാ. ഇത് അവരെ കൂടാന്ന് വെച്ചാൽ ഇത് ഷീറ്റ് ഇട്ടിട്ടേ പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് കോഴിക്കൂട്ടിൽ തന്നെ കൂട്ടുന്നു. കോഴി കുറച്ച് വലുതാകുമ്പോൾ എന്തായാലും കൂട് സെറ്റാക്കണം, അല്ലെങ്കിൽ പിന്നെ കോഴിനെ ആട്ടിനെ ഒന്നിച്ച് കൂട്ടാൻ കഴിയില്ല. പിന്നെ കോഴിയൊക്കെ 45 ദിവസം കഴിഞ്ഞില്ലേ. ഇപ്പം ഞാൻ അരിയും ഗോതമ്പും മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിച്ചിന് എന്നിട്ട് അതും ഇട്ട് കൊടുക്കും. അതിൽ കുറച്ചിടും, തീറ്റയും ഇടും. ഇതിപ്പം രണ്ടാമത്തെ ചാക്ക് തീറ്റയും കഴിയാനായി. എത്ര വേഗം തീരുന്നു ഉണ്ടപ്പം. 150 കോഴികളായി. തീറ്റ ഇട്ട് കൊടുക്കാനുള്ള ഷീറ്റെല്ലാം പിരിച്ച് വെച്ച്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിറച്ചും പേപ്പറിൻ്റെ ഇത് കാണുന്നുണ്ടാവും. പേപ്പറമ്മാവും മീത്തെ കോഴിക്കുഞ്ഞിക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. അതിപ്പോൾ അവർ കൊത്തിയിട്ട് ചാടേണ്ട പ്രായത്തിലെത്തി. അന്നേരം അവരെന്നെ കൊത്തിയിട്ട് നിലത്തേക്കിടും. ഇവർക്കെന്നെ ഇവിടുന്ന് ഇതെല്ലാം കിട്ടും. കച്ചറയൊന്നുമല്ല കേട്ടോ. ആരും ഇനി വൃത്തിയില്ലാന്നും പറഞ്ഞിട്ടില്ല. കച്ചറയൊന്നുമല്ല, പേപ്പറാണ്. വെറും പേപ്പർ മാത്രം. പിന്നെ അത് ഞാനിങ്ങനെ കോഴി തന്നെ കൊത്തി തിന്നു. ഇത് പേപ്പറല്ല, തീറ്റ. ഇൻഷാ അല്ലാഹ് ഇവർക്ക് തീറ്റ ഇട്ട് കൊടുത്തിട്ടാ. ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കൽ. ഇങ്ങനെ ഇട്ട് കൊടുത്ത്. മാഷാ അല്ലാ. കുറേ ആൾ കുളിക്കുന്നുണ്ട്. എല്ലാം ഒന്ന് സൗകര്യമാക്കി കൊടുത്തെങ്കിൽ ഇവർക്ക് നല്ല സ്ഥലമായിട്ടേനെ. പക്ഷെ ആരും വരണ്ടേ. ഇൻഷാ അല്ലാഹ്.